പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ അമ്മയോട് ഉപ്പാറ വരെ പോകട്ടോ. ഇനി 2-3 ദിവസം കൂടെ ഉള്ളു എനിക്ക് പോകാൻ വേണ്ടി. അപ്പൊ കുറച്ച് സാധനമൊക്കെ മേടിക്കണം. പിന്നെ നമ്മുടെ മന്ത്ലി ബഡ്ജറ്റ് അറിയാലോ, വീട്ടിലോട്ടുള്ള സാധനങ്ങളെല്ലാം മേടിക്കണം. ഏകദേശം ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഒന്നും ഇല്ലല്ലേ മേ? 10,000 രൂപയ്ക്ക് മണ്ടേ സാധനം വേണം. എന്ന് വെച്ചാൽ കോഴിയുണ്ട്, കോഴിക്കും മുയല്, പട്ടി, ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ചെലവ് പറഞ്ഞത്. നിങ്ങൾക്ക് ഫുഡ് കൊടുക്കാതിരിക്കാൻ പറ്റിയല്ലോ. കോഴിയുടെ നമുക്ക് മുട്ട കിട്ടുമെന്ന് പറഞ്ഞാലും ഗോതമ്പിന് ഇപ്പം പണ്ടത്തെ പോലെ റേഷൻ ഒന്നും ആർക്കും കിട്ടുന്നില്ല. അപ്പൊ ഗോതമ്പും കാര്യങ്ങളെല്ലാം നമ്മൾ പൈസ കൊടുത്താണ് മേടിക്കുന്നത്. മൃഗങ്ങളെല്ലാം മേടിച്ചോണ്ട് പോകണമെങ്കിൽ നല്ല ചെലവുണ്ട്. അപ്പം പിന്നെ നമുക്കും വേണമല്ലോ, എന്തെങ്കിലുമൊക്കെ ഞം വെച്ചില്ലേ ജീവൻ കിടക്കുകയല്ലോ. അപ്പം ഒരു ഹാപ്പി വീഡിയോ ആണ്. മാളിക്കുട്ടി എന്തോ നോട്ട് എഴുതുകയൊക്കെ ചെയ്യണം. കൊച്ചിന് 2 ദിവസം കൂടെ കഴിയുമ്പോൾ കൊച്ചിനും ക്ലാസ് തുടങ്ങും. അപ്പം ഒരു ഹാപ്പി വീഡിയോ ആണ്. നേരെ നമുക്ക് വീഡിയോ കേട്ടോ. റോസ് എല്ലാം പൂത്ത് നിൽക്കോട്ടോ. ഇഷ്ടം പോലെ റോസ് പൂവാണ്. ഇത് വെയിലിന്റെ ആണോ അറിയത്തില്ല, കളറ് മാറി മാറി വരുന്നുണ്ട്. ഇതുണ്ടോ ഇവിടെ അവിടെ നിൽക്കുന്ന ചുമല, ഇവിടെ നിൽക്കുന്ന ഇതിലും ഇച്ചിരി കൂടെ കളർ കുറവാണ്. ഇതിന് ശ്രദ്ധിച്ചറിയാം കേട്ടോ. വെയിലിന്റെ ആണോ വെള്ളത്തിന്റെ ആണോ വളക്കുറവിന്റെ ആണോ എന്ന് അറിയത്തില്ല. പിന്നെ എനിക്കൊരു സംശയം ഉണ്ടേ, നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊക്കെ റോസ് ഇത് കൂട്ടുണ്ട്, റോസപ്പൂവുണ്ട്. അന്നേരം വണ്ടേ പരാഗണം ചെയ്യുന്നതാണോന്നൊരു സംശയം. അവിടെ തേൻ കുടിച്ചിട്ട് ഇവിടെ വന്ന അതെനിക്കും അറിയത്തില്ല കേട്ടോ. അങ്ങനെ അറിയാവുന്ന ഒരു കമന്റ് ഇടണം. ഇവിടെ നിൽപ്പുണ്ട് ഇഷ്ടം പോലെ റോസ ചെടി. ഇതുണ്ടോ ഈ ഒരു കമ്പ നോക്കി, ഈ ഒറ്റ കമ്പയിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 പൂവ് കേട്ടോ ഈ ഒറ്റ കമ്പയില്. അതുപോലെ തന്നെ ഈ ഒരു കമ്പയിൽ മുട്ട 3, 6, 4, 10 മുട്ട കേട്ടോ. ഈ കമ്പയിലെ ഒരു പൂ നീ ശ്രദ്ധിച്ചോ? റോസും ചുമലയും കൂടെ കൂടിയ. അതുപോലെ ഇത് കണ്ടോ, വിരിഞ്ഞു വരുന്ന റോസ കണ്ടോ? ഇത് അടി സെറ്റ് ഇങ്ങനെയാണോ? നല്ല അടിപൊളി കേട്ടോ. നമുക്ക് പെൺപിള്ളേരൊന്നും ഇല്ല കൊടുക്കാൻ വേണ്ടി, അതുകൊണ്ടല്ലേ ഇവിടെ വിരിഞ്ഞിരിക്കുന്നത്. വാ, പെൺപിള്ളേരൊക്കെ പോകുമായിരുന്നു. ഇതെല്ലാം പറിച്ചു കൊടുത്തു. ഒരു സ്കൂളിന്റെ സൈഡിൽ എല്ലാം വീട് വെച്ചാൽ മതിയായിരുന്നു. നമുക്ക് ഇത് വെച്ചിട്ട് സ്കൂളിന്റെ അവിടോട്ട് മാറ്റിയാലോ? കോട്ടയം ജില്ല പിടിക്കും അല്ലേ? എനിക്ക് ഇഷ്ടമുള്ളവർക്ക് പിടിക്കും. ഞാനെന്താ പറയാനാ, സിന്ധുവിന്റെ അടുത്ത് പോയിട്ട് വരുന്നയാ. എവിടെ പോയി ആണോ? ഇച്ചു കൊണ്ടുവിട്ടോ? സാധനം മേടിക്കാൻ പോവാണോ? പോയിട്ടില്ലേ? ആണോ? സപ്ലൈകോയിൽ വന്നിട്ട് സാധനം എല്ലാം പറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്തോ പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നൊക്കെ എടുത്ത് നോക്കാം. കുളിസോപ്പ് എടുത്തിട്ടുണ്ട്, കടലമുട്ടായി, കായം, ഇത്ര സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്കിഷ്ടമുള്ള സാധനം അവല് നനച്ച് തിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. സാരമില്ല. ഇതെന്താ സാമീസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രാൻഡാ. മട്ടാവടി ബൂസ്റ്റ് വേണോ? വീട്ടിൽ 2 കുഞ്ഞു പിള്ളേരുണ്ട് ബൂസ്റ്റ് കുടിക്കുന്നത്. ഓക്കെ എടുത്തോ അല്ല. സോപ്പൊടി ഒന്നും വേണ്ടേ? ആണോ? ഇനിയിപ്പോ ഞാൻ നോക്കുവായിരുന്നു എന്നതൊക്കെ മേടിക്കാനുള്ള. ഇനിയിപ്പോ പപ്പാടെ കൂടെ ഇതിൽ എഴുതിയേക്കണേ, അത് മേടിക്കണം. കൊച്ചിന് 2 പേന പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം മേടിക്കണം അല്ലേ? അതെല്ലാം പുറത്ത് മേടിക്കാനുള്ള. പഞ്ചസാര, ലോഷൻ, പെട്ടി നിറഞ്ഞു, ജീരകം, പപ്പടം, ഇനിയുണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങളുണ്ട്, എല്ലാം മേടിക്കണം. ഒന്നിച്ച് മേടിക്കുന്നുണ്ടേ എല്ലാ കൂട്ടവും മേടിച്ച് വെക്കുവാണെങ്കിൽ പിന്നെ എപ്പോഴും സിറ്റിക്ക് അത്യാവശ്യം വരും. പോലും എപ്പോഴും കടയിൽ കയറേണ്ട കാര്യമില്ലല്ലോ. അതെ, എന്നൊക്കെ ഇനി മേടിക്കാനുള്ളത് നോക്കുക. എല്ലാ കൂട്ടമൊന്നും സൂപ്പർ മാർക്കറ്റിൽ ഇല്ല. തേങ്ങ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ല. ഉള്ളി, സവോള അങ്ങനൊന്നും ഇല്ലല്ലോ. അതൊക്കെ അപ്പുറത്തുനിന്ന് മേടിക്കണം. ഇതിന്റെ ടേപ്പോ ഒന്ന് എഴുതിയതാണോ? സാധനമൊക്കെ മേടിച്ചോണ്ട് വന്ന് വണ്ടി കയറ്റിയിട്ടു. കൊച്ചെന്നെ എടുക്കുമായിരുന്നു. കഴിക്കുമായിരുന്നു. കഴിച്ചു കഴിഞ്ഞില്ലേ? കഴിച്ചു, ഇപ്പഴാ കഴിച്ച. പപ്പ ഉറങ്ങുമായിരുന്നു, ഉറങ്ങി എണ്ണീറ്റപ്പോ. സാധനം എല്ലാം എടുത്തു. കുറേയേറെ സാധനങ്ങളുണ്ട്. 2 എനിക്ക് വിശക്കുന്നു. സിറ്റിക്ക് പോയിട്ട് എനിക്ക് ഒന്നും മേടിച്ചൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് വിശന്നിട്ട് കണ്ണൂര് കാണുന്നില്ല. ഞാൻ ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചക്കാണ് ഐസ്ക്രീം തിന്നുന്നത്.
എടുക്കുവോ അച്ഛേ? ഞാനും എടുക്കാം. പള്ളി പോകുന്നവർക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് പോവാ. നമ്മുടെ ഒരു മാസത്തെ ബഡ്ജറ്റ് സാധനങ്ങളാട്ടോ ഈ നടന്നു പോന്നെ. അത് രണ്ടും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തോ. ഡോക്ടർ വാഷ് ഒക്കെ യൂസ് ചെയ്യണേ. രാവിലെ തന്നെ ഒരാള് എന്നെ ഒന്ന് വിളിച്ചു കേട്ടോ. അവിടെ അമ്പലത്തിൽ പോവാന്ന, ഉറക്കത്തിൽ നിന്ന് കുത്തിപ്പൊക്കി എന്നെ അമ്പലത്തിൽ കൂട്ടിക്കൊണ്ട് പോവാണ്. ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വന്നു കേട്ടോ, മുണ്ടൊക്കെ തപ്പിച്ചെടുക്കോട്ട് വന്നു. ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ എന്നാ ലീവ് കിട്ടുന്നൊന്നും അറിയത്തില്ല. കഴിഞ്ഞ സമ്മുവിൻ്റെ അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നുകൊണ്ട് ശാന്തപ്പിച്ചിനെയും കുറച്ച് റിലേറ്റീവ്സിനെ എല്ലാം കണ്ടു. അപ്പോൾ അപ്പച്ചി മാത്രമില്ലായിരുന്നു, മോളിച്ചി അളിയനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലേ പോയപ്പോൾ ഞാൻ ഇന്നലെ വിളിച്ചു, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എന്നിട്ട് ഇന്നലെ ഇവിടെയായിരുന്നു ഉറക്കം പറക്കൊക്കെ. എന്നിട്ട് എന്നെ ഇന്ന് വിടുന്നില്ല കേട്ടോ. ഇന്ന് പോകണ്ട, നീ നാളെ രാവിലെ പോയാൽ മതി, 3-4 ദിവസം കൂടെ ഉണ്ടല്ലോ പോകാൻ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. രാവിലെ എന്നോട് പറഞ്ഞു ഇവിടെ കൃഷ്ണന്റെ അമ്പലമുണ്ട്, നമുക്ക് കൂടെ പോണെന്ന് പറഞ്ഞ ബഹളാ. അപ്പൊ ഇന്ന് സഞ്ജനയ്ക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് അവക്ക് വീട്ടിൽ പോകണം. അപ്പൊ ഇന്ന് വൈകിട്ടത്തിന് ഓടി വരണ്ടേ. ഇവൻ നിൽക്കുവാണെങ്കിൽ എനിക്ക് ഇവിടെ കൂട്ടുണ്ടെങ്കിൽ അവക്ക് നാളെ വന്നാൽ മതി. അപ്പം ഇവനെ ഞാൻ ഇവിടെ പിടിച്ചു വെക്കും. ഇന്ന് ഇവൻ പോകാൻ കിടന്ന് ബഹളം വെക്കുക. അപ്പൊ ഞാൻ കുത്തിപ്പൊക്കിയിട്ട് അമ്പലത്തിൽ പോയി. ഞായറാഴ്ചയല്ലേ, അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഇപ്പൊ വരാം. അപ്പം ഇവിടെ അടുത്തല്ല അമ്പലം? അടുത്ത നടന്നു പോകാനുള്ള ഇച്ചിരി ചേട്ടൻ നോക്കി പോകുന്നു. ചേട്ടൻ നോക്കി പോകും. നമ്മളവിടെയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ വീടിന്റെ വീട്ടിൽ നമ്മൾ എപ്പോഴും വീഡിയോ എടുക്കുന്നല്ലേ. ഇവിടെ നമ്മള് എല്ലാ പത്രക്കാരും ആണോ? എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ രണ്ടുപേരും പോയിട്ട് വരാം. ഇത് നടന്നപ്പോ തന്നെ അണയ്ക്കാൻ തുടങ്ങി. അതാ പറയണ വണ്ണം വെക്കല്ലെന്ന്. അടുത്ത വർഷം വരുമ്പോഴത്തേന് നിന്നെ പോലെ ഞാനാകും. ഞാനൊക്കെ എന്തോരം ദൂരം നടന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കടിക്കുന്ന പട്ടിയാണോ? നോക്കി നിക്കുന്നു. ഈ സ്ഥലപ്പേരെന്നാ? മുരിക്കും വയൽ അല്ലേ? മുരിക്കും വയൽ. ആ ഓക്കെ. മുരിക്കും വയലൊക്കെ എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച പിള്ളേരുണ്ട് 2 പേര്. ഓർക്കുന്നില്ല, ഇപ്പം കുറേ നാളല്ലേ, മറന്നു എല്ലാവരും. ഗേൾസ് കേട്ടോ. മുരിക്കുമ്പയിൽ സ്കൂളിൽ പഠിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമുക്ക് മുരിക്കുമ്പയിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള. എനിക്കറിയാം, ഒരു ചേച്ചി വിളിക്കാമായിരുന്നു നമ്മളെ. അവിടെ മറ്റേ പുലിക്കുന്നില്ലേ? പുലിക്കുന്നിൽ നിന്ന് ഒരു ചേച്ചി വിളിക്കായിരുന്നു എപ്പോഴും. പിന്നെ വണ്ടമ്പതാല് വണ്ടമ്പതാലും അവിടെ നിന്ന് വിളിക്കുമായിരുന്നു. അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. ഞങ്ങൾ എൻ്റെ കൂടെ തിരിച്ച് പോവാണ്. ഒരു ആൽമരമൊക്കെ നിൽക്കുന്നു കേട്ടോ. എന്താ നല്ല വേരൊക്കെ ആട്ടെ. ഇതിന്റെ ചോട്ടിന് ഇരിക്കുന്ന നല്ലതാന്ന് പറയണേ. മറ്റേ ഇത് കിട്ടും, വായു ഫ്രഷായിട്ട്. തണലല്ല, നല്ല ഓക്സിജൻ കിട്ടും. ആണോ? പിള്ളേരും അളിയനും കൂടെ വന്നോ? ഈ അമ്പലത്തിന് പേര് അമ്പാടിക്കുന്നില്ലോ? ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമായിട്ട്. ആദ്യത്തെ വീട്. ഈ വീട് പിന്നെ ഇവിടെ ചുമ്മാട്ടിട്ട് അപ്പുറത്തോട്ട് വീടാക്കിയത്. ഇവിടുത്തെ ചൂടൊന്നും പറ്റിയല്ല. എന്നാ വെയിലാ, കരിഞ്ഞു പോവും നമ്മള്. നല്ല വെയില് ഉച്ചയിലോട്ട് അടിക്കുന്നത്. ഇത് കണ്ടോ, ഫുള്ള് കൈതത്തോട്ടമാണേ. ഇപ്പൊ ഈ കോട്ടയം ജില്ല ഫുള്ള് കൈതയാ. എവിടെ നോക്കിയാലും കൈത. റബ്ബറൊക്കെ മാറി. പുതിയ തൈ വെച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് കൂടെ കൈത നട്ടേക്കോ കേട്ടോ. പാമ്പാടി കൂരപ്പടയൊക്കെ പോയി നോക്കുവാണെങ്കിലോ ഫുള്ള് കൈതയാ സൈഡൊക്കെ. ഇങ്ങോട്ട് മാറി, വണ്ടി വരുന്നുണ്ട്. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു, കുറച്ചു നേരം റെസ്റ്റ് എടുത്തു, ചോറൊക്കെ ഉണ്ടു. ഇനിയിപ്പോൾ വീട്ടിൽ പോകണം. കോട്ടയം ജില്ല ഭയങ്കര ചൂടാട്ടോ, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അല്ലെ പിന്നെ ഇവിടെ ഒരു മാസം നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇവിടുത്തെ ക്ലൈമറ്റായിട്ട് നമ്മൾ സെറ്റാവും. ബാംഗ്ലൂരാണേലും ഇടുക്കിയിലാണേലും സെയിം ക്ലൈമറ്റ് ഏകദേശം ഞാൻ നോക്കിയിട്ട്. ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു കഫക്കെട്ടാ വീട്ടിലാണെങ്കിലേ. ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പം ഭയങ്കര ചൂടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം കമൻ്റ് എണ്ണം കോട്ടയത്ത് എങ്ങനെയുണ്ട് ചൂടുന്ന് കേട്ടോ. അല്ല ഈ മുണ്ടക്കൈ സൈഡ് ഞാൻ നോക്കിയിട്ട് വാഗമണ്ണൊക്കെ മറ്റേ വാഗമണ്ണും പാഞ്ചാലിമേട് പരുന്തുംപാറൊക്കെ വലിയ ദൂരമില്ല. അതുകൊണ്ട് ഇത്തിരി ചൂട് കുറവുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരുപാട് റബ്ബറൊക്കെ ഈ വെട്ടിക്കളയുന്നതുകൊണ്ടാണ് ഈ ചൂട് കൂടുതലെന്ന് തോന്നുന്നു. മരങ്ങളൊന്നും ഇല്ല തണലിലൊന്നും. ഇഷ്ടം പോലെ ചാമ്പങ്ങ പഴുത്തില്ല, എന്നാലും പറിച്ച് തിന്നാൻ ഒരു കൊതിക്കൊരു 2-3 പറിച്ച് തിന്നാൻ പറ്റും കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ മണ്ടലോട്ടൊന്നും കായില്ല വല്ലതെയും.
കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഇത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നേ. എന്നാലും ഇനി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒന്നും ഇങ്ങനത്തെ സാധനമൊന്നും ഇല്ലെന്നേ. ഞാൻ വരുമ്പോഴത്തേന് തീർന്നു പോവും. ഒരു കവറിനകത്ത് 3-4 പറിച്ചോണ്ട് പോവാണേല് അത് പിടിച്ച് പിന്നെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. വലിപ്പമുള്ള നോക്കിയിട്ടേ എടുക്കാം. ഇപ്പൊ ആരും പറിക്കലടാ ഇവിടെ. പഠിച്ചു വാരി ഞാൻ മടുക്കും. നേരത്തെ ഇല്ലാഞ്ഞപ്പോ ഇങ്ങനെ നടക്കുമായിരുന്നു ചോദിച്ചോണ്ടേ. ഇപ്പൊ അടിച്ചു വാരി കളയുക. ഇത് മതി. ഒരു കൊതിക്ക് ഒരു 3-4 പറക്കി തിന്നാൻ വേണ്ടി ഒരു 3-4 കരിയാപ്പിലയും കൂടെ പറിച്ചു തരുവാണെങ്കിൽ ഞാൻ പോകുമ്പോൾ കൊണ്ടുപോവാം. ഇവിടെ കരിയാപ്പില ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ തേങ്ങ എടുത്തായിരുന്നു ഇതിൻ്റെ അത്. അത് എടുക്കുന്ന ഏത് മാസമാണെന്ന് അറിയില്ല. അത് അറിഞ്ഞിരിക്കുവാന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് അറിഞ്ഞിരിക്കുക. നല്ല വെയിറ്റ് ഉണ്ട്. 2-3 വർഷമായി. അപ്പൊ ഈയിടെ നീ പറഞ്ഞിട്ട് ഏതോ മാസത്തിലല്ലേ എടുക്കുന്നേ. ഏത് മാസമാണെന്ന് അറിയത്തില്ല. ആ മാസത്തിൽ എടുക്കണം. അത് ഞാൻ പറഞ്ഞത് അറിഞ്ഞിരിക്കുവാന്നാ തോന്നുന്നു. അതിങ്ങനെ കറുത്താവോ വെളുത്താവോ ഒക്കെ നോക്കി എടുക്കുന്നേ. അത് അങ്ങനത്തെ സമയം നോക്കി എടുക്കണം, അല്ലെങ്കിൽ കിട്ടത്തില്ലല്ലേ. ആ സമയത്തൊക്കെ തേൻ കൂടുതൽ കാണും. അങ്ങനെയൊക്കെ ഉണ്ട്. കാ കുറവാ. ഇവിടെയൊക്കെ ഉണ്ട്. ചെറുതാ. അടിച്ചു വാരി ഞാൻ മടുക്കുന്നു. എന്റെ പൊന്നെ. ഒരാൾ എന്നോട് ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി കൊടുത്തു കേട്ടോ. എനിക്കാണെങ്കിൽ 3 ദിവസമേ ഉള്ളൂ. 1000 കൂട്ടം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ മെല്ലെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുവാണ്. വൈകിട്ട് കപ്പയെല്ലാം വേവിച്ച് സ്പെഷ്യലുണ്ട്, നീ ഇന്ന് പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കും കേട്ടോ. വരുന്ന എൻ്റെ കൂടെ ബൈക്കിനെ ഉപ്പറയ്ക്ക്. കോഴിക്കോടുണ്ട്, പക്ഷെ കോഴിയില്ല. കരിയാപ്പല തൈ കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളവിടെ കരിയാപ്പല ഇല്ലാത്തോണ്ടേ കൊച്ചച്ഛൻ്റെ അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്. നമുക്ക് തൈ ഉണ്ട്, പപ്പ നട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒന്ന് പറിച്ചു കഴിഞ്ഞ് പിന്നെ കിളുത്ത് കയറാൻ വേണ്ടി ഭയങ്കര താമസമാണ്. മൊയിലും കാട്ടൊക്കെ ഉണ്ട്. ഇതിന്റെ ചുവട്ട് ഇഷ്ടംപോലെ തൈ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം പറിച്ചോണ്ട് വെച്ചാലും പിടിക്കല്ലോ, വെയിലല്ലേ. ഒറ്റ ഒരെണ്ണം പോലും പിടിക്കുന്നില്ല. അതേ കയറിയിട്ട് ഈ പ്രാവശ്യം ശരിയായില്ല. പന്തലൊന്നിട്ട് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മൊത്തം വീട്ടിൽ ആരുടെയൊക്കെ ഉണ്ട്. ബീൻസ്, വള്ളിപ്പയറൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. ഗുണമായി പോയി. ഇന്നാളെ നോക്കണം നമ്മളിവിടെ മറ്റേ ഇതുവഴി പച്ചിലപ്പാമ്പ് പോന്നെ. മറ്റേ ഓടിച്ചേച്ചി ഉണ്ടാകുമ്പോളാ മരം വഴി കയറുമെന്ന്. ഒരു കവറിനകത്തിട്ട് കെട്ടിക്കൊണ്ട് പോവാം. ഹലോ, ഒരുങ്ങിയൊക്കെ കഴിഞ്ഞോ? എത്ര ദിവസം കൂടിയാ സ്കൂളിൽ പോന്നേ? 10 ദിവസം കൂടിയോ? പോകാൻ മടിയാ. അയ്യോ, എല്ലാ പിള്ളേർക്കും 10 ദിവസം വീട്ടിൽ ഇരിക്കുമ്പോൾ മടുത്തെന്നും പറഞ്ഞിട്ട് അവർ സ്കൂളിൽ പോകാനാ ഒരുക്കം കാണിക്കുന്നേ. അതെ, എന്നാ ഈ കൊച്ചുള്ളവരെയാണെങ്കിലും കൊറേ ദിവസം വീട്ടിൽ ഇരുന്ന് കഴിയുമ്പോ പോകത്തില്ല. ഇപ്പഴാണ് പപ്പായുടെ വീട്ടിൽ ഇരുന്ന് നന്നായിട്ട് കമ്പനിയായി. എന്നിട്ട് ഇനിയിപ്പോ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഒരു മടി. അയ്യോടാ, കുഞ്ഞുമാവയുടെ ഒരു കാര്യമേ. ഇന്നിപ്പം കൂട്ടുകാരെയൊക്കെ കാണാലോ. എല്ലാരും കാണാം. 10 ദിവസം കൂടി ചെല്ലുന്നതല്ലേ. ഇനിയിപ്പോ ഞങ്ങൾക്ക് സ്കൂളിൽ ആനുവൽ ഡേ ഒക്കെ വരുമല്ലേ, അതിൻ്റെതായ തിരക്കാം. ജനുവരി തന്നെ ഉണ്ട്, ഫസ്റ്റ് തന്നെ ഉണ്ട്. ആണോ? ന്യൂ ഇയർ കഴിയുമ്പോ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെതായ ഇതിലെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുക. ഇന്ന് തൊട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഡാൻസ് ഉണ്ടോ? ഉണ്ടെന്ന് പറയുന്ന കേട്ടോ. ഞങ്ങള് തീരുമാനിച്ചില്ല. നീ കൂടുന്നുണ്ടോ? ഇല്ല, കഴിഞ്ഞ വർഷം ഞാനുണ്ടായിരുന്നു. ഞാൻ എല്ലാ വർഷവും എന്നെ വിളിക്കും. പോയി പരിപാടിക്കൊക്കെ കൂടുന്ന നല്ലല്ലേ. ഈ ഒരു കൊല്ലം കൂടെ അല്ലേ ഉള്ളു ഇനിയിപ്പോ സ്കൂൾ ലൈഫ്. അതുകൊണ്ട് അത് കഴിയുമ്പോൾ വലിയ ചേച്ചിയാവും അല്ലേ. ഡാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ വരാൻ പറ്റുമോ? പറ്റുമോ? പിന്നെന്നാ. എന്നാൽ ഞാൻ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഡാൻസ്. അമ്മ ഞാൻ പണ്ട് ഡാൻസ് പഠിച്ചോണ്ടിരുന്ന സമയത്തൊക്കെ അമ്മ വിശന്നിരുന്ന് വന്ന് എന്റെ പരിപാടിയൊക്കെ കാണുമായിരുന്നു കേട്ടോ. നമ്മള് മാമ്മൂടെ സ്കൂളിൽ പോയല്ലേ. ആ സ്കൂളൊക്കെ ഇഷ്ടമാണോ കൊച്ചേ? പിന്നെ ഭയങ്കര ഇഷ്ടമല്ലേ. എനിക്കും ഇഷ്ടമാണ്. മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കൂട്ടുകാരൊക്കെ മെസ്സേജ് അയക്കാറുണ്ടല്ലോ. പോട്ടെ, ടൈം പോയി. പപ്പ വഴിയിലിറങ്ങി നിൽപ്പുണ്ട് കൊച്ചിനെ കൊണ്ടുവിടാനായിട്ട്. അന്നേരം പോയിട്ട് വാ. പക്ഷെ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. ഇത്രയും ദിവസം 10 ദിവസം വീട്ടിൽ ഇരുന്നുകൊണ്ട് കൊച്ചു കൂടെ കൂടെ നിൽക്കുമല്ലായിരുന്നോ? പണിയൊക്കെ ചെയ്ത് സഹായിക്കാൻ ആൾക്കാരുണ്ടായിരുന്നല്ലോ അല്ലേ. എനിക്കും ഭയങ്കര സങ്കടമാ.
എന്നെ സങ്കടം. ഇന്നോട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണമല്ലോ. ആ നേരാ, ഇനി 2 ദിവസം കൂടെ കഴിയുമ്പോ ആളും അങ്ങ് പോകും. എനിക്ക് ഇവന്റെ കൂടെ ഇരിക്കാനൊരു ഭാഗ്യമേ ഇല്ലല്ലേ. ആ എന്നാ ചെയ്യാനാ, പഠിക്കുന്ന പിള്ളേരൊക്കെ അങ്ങനെയാ. പൊക്കോ പൊക്കോ. കുട്ടുമ്പോനെ ഇറങ്ങി നിൽക്കാൻ എന്നിട്ട് 5 മിനിറ്റോളം ആയി. ആ പോയിട്ട് വാ, കൂട്ടുകാരൊക്കെ അന്വേഷിച്ചു പറ. ടാറ്റാ. മാളക്കുട്ടിയെ കൊണ്ടുവിടാൻ കുട്ടിയുടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മയും മോനും കൂടെ രാവിലെ പയറ് പറിക്കാൻ വന്നേക്കുവാണ്. പയറൊക്കെ പറിക്കാൻ പോവാം. അപ്പം 2 ദിവസം കൂടെ നിന്ന് കഴിഞ്ഞാൽ മൂത്ത് പോകും. അപ്പൊ പറഞ്ഞു നീ പോകുന്നതിന് എപ്പോഴാന്നാ, നീ തന്നെ പറിച്ചോളാൻ പറഞ്ഞു. അതെ, കണ്ടിച്ചെടുക്കാതെ. അത്യാവശ്യം ഒരു കറിക്കുള്ളതുണ്ട്, കൊലയാട്ടെ. അതെ, വേറെ കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ട്, അത് കളയണ്ട, കളയാതെ നഷ്ടപ്പെടുത്തി കളയാതെ. മൂത്തേ കളഞ്ഞല്ലോടെ. ആ ഇന്ന് രാവിലെ കൃഷി ഓഫീസിൽ നിന്ന് ഏതാണ്ടൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് തൈയൊക്കെ. കാണിച്ചേ. കൊലയാട്ടെ അടിപൊളി പയറല്ലേ, കൊള്ളാം. നാളെക്കുട്ടി എന്തോ ക്ലീനിങ്ങോ പരിപാടിയൊക്കെയാണ്. ഇത് വിത്തിനുണ്ടോ? ഓ വേണ്ട, എടുത്തോ, ഇഷ്ടം പോലെ കൊണ്ട് വിത്ത്. ആ അപ്പുറ സൈഡുണ്ടേ, കയറിട്ടെ. വെണ്ടയ്ക്ക നിൽപ്പുണ്ടല്ലോ, വെണ്ടയ്ക്കാണോ? വെണ്ടയ്ക്ക എല്ലാം പറിച്ചോ, മൂത്ത് പോകും അല്ലേ. വെണ്ടയ്ക്ക ഉണ്ട്. ഇന്നിപ്പോൾ ഒരു 50 പൈസ കവർ നിറച്ചും നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വനിതകൾക്ക് ഈ പച്ചക്കറി തൈ കൊടുക്കുന്നുണ്ടായിരുന്നു. 6 കൂട്ടം. 6 കൂട്ടം. വഴുതനത്തൈ 2 സൈസ്, ബീൻസ് 1 ഐറ്റം, അച്ചിങ്ങ 1 ഐറ്റം, തക്കാളി തൈ, പച്ചമുളകൻ തൈ, ഇതെല്ലാം കൂടെ കൂട്ടി ഒരു കിറ്റായിട്ട്. അതെ അതെ, നമ്മുടെ ഈ വാർഡിൽ മിക്കവർക്കും കിട്ടി കേട്ടോ. വനിതകൾക്കെന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൊടുക്കണമല്ലോ. അതെ, എല്ലാവരും പോയി മേടിച്ചു. അത് ഈ ഇത്രയും പൊക്കത്തിലാണ് തൈ കിട്ടിയേക്കുന്നത്. നല്ല തൈകളല്ല അല്ലേ. ഇനിയിപ്പോൾ അത് നടാനായി ഇടയില്ലാത്ത വല്ല ഒരു ഓവായിലും ഒക്കെ വെക്കാം. പയറ് നിൽക്കുന്നോണ്ടേ ഇത് പയറ് കഴി വരുന്നെങ്കിൽ വള്ളിപ്പയർ. ആ ഇത് മതി, ഒരു നമുക്ക് 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള. ബീൻസും കൂടെ പറിച്ചു. ബീൻസൊക്കെ കായ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് കണ്ടേ, നല്ല കൊലകൊലയായിട്ടാണ് കിടക്കുന്നത്. അടിപൊളിയായിട്ടല്ലേ, ഉണ്ടാകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും ഇത് നല്ലൊരു ഇനം ബീൻസാണ്. നമുക്ക് കൃഷി ഓഫീസിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതാണ്. അപ്പം അന്ന് ഞാൻ നട്ട് അതിൻ്റെ വിത്തെടുത്ത് വെച്ചിരുന്നിട്ട് പാകിയതാണ്. എന്നതാണേലും നല്ല വിളവാ, സാധനം തന്നെയല്ല, ടേസ്റ്റിയോ. നല്ല ദശയുള്ള ബീൻസാണ്. അതൊരു കൊലയിൽ ഇതുപോലെ 4ഉം 5ഉം ഒക്കെ ഉണ്ടാകും. ഞാൻ കാണിക്കുവാണെങ്കിൽ ഒരു കൊലയായിട്ട് കണ്ടിച്ചാണ് ഞാൻ. ഇതുണ്ടോ, ഈ ഒരു കൊല 3 എണ്ണോ, ഇത് 5 അത് 5 എണ്ണം ഉണ്ട്. അങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മളോട് മറ്റേ കൊടമ്പുളിയും വാളമ്പുളിയും ഒക്കെ മേടിക്കുന്നവര് ചിലപ്പോൾ പറയും 1-2 ബീൻസിന്റെ അരിയും കൂടെ വെച്ചേക്കാ ശ്രീക്കൂട്ടാന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ അയച്ചു കൊടുത്തിട്ട് ഒരു ചേച്ചി മിറ്റ് നിറച്ച് ബീൻസ് ഇങ്ങനെ കാഴ്ച കിടക്കുന്നതിന്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നു കഴിഞ്ഞ ദിവസം കേട്ടോ. അപ്പൊ ഞാൻ അയച്ചു കൊടുത്ത കാര്യമൊക്കെ മറന്നുപോയി. അങ്ങനെ 1-2 ഒക്കെ അതൊക്കെയാണ് ചെടി അയക്കുന്നവരല്ല. വിത്തൊക്കെയാണെങ്കിൽ നമുക്ക് 1-2 എന്തെങ്കിലും സാധനം മേടിക്കുന്ന കൂടി അതിന്റെ കൂടെ അങ്ങ് കൊടുത്തുവിടാം. അതെ അതെ, ഇത് നമ്മൾ അവസാനം കടയിൽ മേടിക്കുന്ന കൂട്ട് ബീൻസ്. വേറെ നമുക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു. അങ്ങനത്തെ എന്താ വരയൻ ബീൻസ്. അതിരിപ്പുണ്ട്, അതിന്റെ വിത്തിരിപ്പുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ നട്ടുകൊണ്ടിരുന്നത്. കൊല. ഈ സാധനം മാത്രം ഒരു കാര്യമുണ്ട്, ഒരു ലിമിറ്റ് ഇത് ദിവസത്തിൽ പറിച്ചില്ലേ മൂത്തു പോകും. അതാണ് അതിൻ്റെ പ്രശ്നം. വഴുതനങ്ങ ആണേലും ഈ അച്ചിങ്ങ ആണേലും ബീൻസ് ആണേലും വെണ്ടയ്ക്ക ആണേലും. ഇന്നിപ്പം പച്ചക്കറി തൈ കൊടുത്തിട്ടേ നമ്മുടെ വാർഡ് മെമ്പർ പറഞ്ഞത് എല്ലാവരുടെയും വീട്ടിൽ വിഷമില്ലാത്ത പച്ചക്കറി ഉണ്ടാകട്ടെന്നാ പറഞ്ഞത്. എല്ലാവരും നട്ട് വളർത്തി അതൊക്കെ ഉപയോഗിക്കണമെന്നാ പറഞ്ഞത്. അന്നേരം ഞാൻ ഓർത്തായിരുന്നു 2-3 മെമ്പർക്ക് കൊണ്ട് കൊടുക്കേണ്ടതായിരുന്നു ഇത്. നമുക്ക് പുള്ളി അല്ലേ കഴിഞ്ഞ പ്രാവശ്യം തന്നു വിട്ടേ. അപ്പോൾ 2-3 ഒരു കൂടിനകത്ത് ഇട്ടുകൊണ്ട് പോയി കൊടുക്കണമെന്ന് ഞാൻ അന്നേരം മനസ്സിലോർത്തു. പക്ഷെ ഇപ്പൊ ചടങ്ങാണ്, ഇനിയിപ്പോ വേനലല്ലേ, അതെ, വെള്ളമില്ലല്ലോ. അതാ ഒരു പ്രശ്നം. നല്ല തൈ കിട്ടും കാര്യം പറഞ്ഞ, പക്ഷെ വെള്ള സൗകര്യം ഉള്ളവർക്കാണെങ്കിൽ നനയ്ക്കാനൊക്കെ പറ്റും. അല്ലാത്തൊരു ഇച്ചിരി ബുദ്ധിമുട്ടും. മതി തൽക്കാലം, അല്ലെങ്കിൽ അതെല്ലാം കൂടെ ഒരുപാട് കുറവായോ. അടിപൊളി.
ഇതുകൊണ്ടാണ് നമ്മൾ വിത്തിനിട്ടിരുന്നതാ. കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചായിരുന്നു ഇത് വിത്തിനിട്ട് പോകുന്നത്. ഉണങ്ങിയത് എന്നാ നീളം നോക്കി. അതുപോലെ ചുമലച്ചീര അതൊരു തോരനുള്ള ഉണ്ട്. വെണ്ടയ്ക്കൊക്കെ പറിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിന്ന് പറിച്ചോണ്ട് പോയതാ 3-4 എപ്പോഴും ഉണ്ടേ. ഒരു 2 ദിവസം കൂടുമ്പോൾ 2 ദിവസം കൂടുമ്പോഴേ ഉണ്ടോ. പക്ഷേ ഉണ്ടല്ലോ ഇതിപ്പോ ഇത്ര മുഴുത്തായിട്ട് തോന്നിയെങ്കിലും പിഞ്ചാത് പിഞ്ചായത്. അതിന് ഇച്ചിരി വലിപ്പക്കൂടുള്ള വെണ്ടയ്ക്ക ബ്ലോക്ക് വേണ്ടയാ. അതുകൊണ്ടാ. എന്നാ പാവയ്ക്കായും കൂടെ പറിച്ചു ഒരെണ്ണം. ആയാലും പറിക്കുമ്പോ അല്ലേ അതെ എല്ലാം കൂടി രസത്തിന് താവട്ടാക്കിയിടാവേ. പൊന്നിയറിഞ്ഞ ഈച്ച കുത്തുവോ? എന്നാലും കുഴപ്പമില്ല. നീ ബീൻസ് പറിക്കട്ടെ? അതും കൂടെ പറിച്ചു. അതുകൂടെ പറി. അല്ലെ മൂത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ടിലേ ഉണ്ടായിരുന്ന പയറിന്റെ വിത്തായത്. പപ്പ എടുത്ത് വെച്ചിരുന്ന നട്ടമായത്. 18 മണി അല്ലേ? 18 മണി പ്രാവശ്യം എണ്ണി നോക്കിയത്. ഇത് 18 മണി എന്ന് എല്ലാവരും പേര് പറയാലേ. ഇത് 18 മണി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ എണ്ണി നോക്കി. നല്ല നീട്ടമുള്ളതിന് 18-19 ഒക്കെ ഉണ്ട്. ഉണ്ടായിരുന്നു. 18 മണി ഉണ്ടായിരുന്നു. നമ്മൾ 3-4 ദിവസം പോലും ആയില്ല ഇതിന് ഒരു മുറം പച്ചക്കറി പറിച്ചിട്ട്. വീണ്ടും ഒരു മുറം പച്ചക്കറി കിട്ടി. ഞാൻ പോകുന്നതിന് മുമ്പ് പറിക്കാൻ എനിക്ക് ഭാഗ്യവും കിട്ടി. അതെ അതെ. ഉണ്ടോ ബീൻസ്, വഴുതനങ്ങ. അപ്പോൾ നമുക്കൊരു 3 ദിവസം കൂടുമ്പോൾ ഇത്രയും പച്ചക്കറി പറിക്കാനുണ്ട്. വഴുതനങ്ങ ഉണ്ട്, വെണ്ടയ്ക്ക, പാവയ്ക്ക, എല്ലാ സാധനവും ഉണ്ട്. കാര്യം പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് ഇച്ചിരി കിഴങ്ങോ സവാള, ഉള്ളി അല്ലെങ്കിൽ ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ മേടിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതന്നെയാണ് നമ്മൾ എടുക്കുന്നത് എപ്പോഴും. അങ്ങനെ എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ വിഷമില്ലാത്ത പച്ചക്കറി കൂട്ടി കുഞ്ഞുങ്ങൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. അതെ അല്ലേ? രാവിലെ നല്ലൊരു ചാറ്റമഴയൊക്കെ കഴിഞ്ഞ് അങ്ങ് തോർന്നു കേട്ടോ. അതുകൊണ്ട് മഴ തൂളുന്നുണ്ട്. രണ്ടുപേരും കൂടെ കൊറിയർ അയക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് കുറേ ഓർഡർ വന്നായിരുന്നു ഡെയ്സി ചെടിയുടെ തൈ. അപ്പം നമ്മൾ 3-4 ദിവസമായിട്ട് 10-15 പ്ലാന്റ് അയച്ചു. ഇനി കുറച്ച് സ്റ്റോക്കും കൂടെ ഉണ്ട്. ഏകദേശം ഒരു 10-25 തൈ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞതിനകത്തെ കുറെ പേര് മെസ്സേജ് ഒക്കെ ഇട്ടായിരുന്നു. അതെ അതെ. അപ്പൊ അവരെല്ലാരും ഒന്നുകൂടെ വിളിക്കുവോ മെസ്സേജ് ഇടുവോ ഒക്കെ ചെയ്യും. ഒരുപാട് പേര് പറഞ്ഞു. നമുക്ക് തന്നെ കൺഫ്യൂഷൻ, ആർക്കാ ചോദിച്ചേ, ആരെന്തൊക്കെ ചെടിയാ ചോദിച്ചത്. ചിലർ 2-3 ചെടിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഡെയ്സി ചെടിയുടെ പ്ലാന്റ് ആണ്. നമ്മൾ അയച്ചതെല്ലാം 2 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടി. ഒരു കേടും ഇല്ലാതെയാണ് പ്ലാന്റ് കിട്ടിയത്. പിന്നെ 2-3 പേരൊക്കെ വിത്തും അതിന്റെ കൂടെ വെക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വിത്തും കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഡെയ്സി ചെടി വേണമെങ്കിൽ നമുക്ക് കമന്റ് ഇടുവോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുവാണെങ്കിൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് അയക്കുന്നുണ്ട്. പ്ലാന്റ് ഒക്കെ ഇതുണ്ട് എയറൊക്കെ കയറാൻ വേണ്ടി കറക്റ്റ് കിട്ടുന്നുണ്ട്. പ്ലാന്റ് ഡാമേജ് ഒന്നും ഇല്ലാതെ ചകിരിച്ചോറൊക്കെ വെച്ച് നല്ല രീതിയിൽ ചകിരിച്ചോറ് പൂത്തട്ടെ അതൊക്കെ വെച്ച്. കാരണം ഒരു 2 ദിവസം 3 ദിവസം താമസിച്ചാലും പോകല് ആ രീതിയിലാണ്. ഈ പ്ലാന്റും കുറെ ഞാൻ കൊടുത്തു കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഡെയ്സി ചെടിക്കും ഇതിനുമാണ് ഡിമാൻഡ്, ഓർഡർ കിട്ടിയത്. ഓർക്കിഡ് പിന്നെ ഡെയ്സി ചെടി പൂ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ. അപ്പൊ വെച്ചിട്ടുണ്ട് ഇതുണ്ടോ, അതിങ്ങനെ പൂത്തോണ്ടിരിക്കുന്നേ. ഇടയ്ക്കിടയ്ക്ക് ഇതേപ്പോ മുട്ടുണ്ട്. ഞാൻ ആദ്യം വരുമ്പോ എല്ലാം കൂടെ ഒന്നിച്ച് പൂക്കുന്ന ആ ഒരു ഷോ കാണുകയല്ല. പിന്നീട് എപ്പോഴും പൂവേണ്ടത് ആദ്യം കൊലയാട്ടല്ലേ പൂക്കുന്നേ, ഒരു കമ്പ് നിറച്ചങ്ങ് പൂക്കുക. ഇതുണ്ടോ ഓരോ പൂവ് വരുമ്പോഴും അത് കഴിയുമ്പോ നമ്മൾ ഇത് കട്ട് ചെയ്ത് കളയണം. പൂഞ്ഞുള്ളി കളയണം. പൂഞ്ഞുള്ളി കളഞ്ഞ് അതിന്റെ ആ കേടായ തണ്ടും കളഞ്ഞ്. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി വെള്ളം നനച്ച് ഒഴിച്ചാലും ഇത് പോകും. ഞാൻ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ചപ്പോഴത്തേക്ക് അതിന് കേടാകുന്നു. ചൂട് കേടാകുന്നു. ഓവറായിട്ട് വെള്ളം വീഴരുത്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മുടെ മുറ്റത്ത് എങ്ങനെയാ പൂത്ത് നിന്നൊക്കെ. ഇപ്പൊ ആർക്കെങ്കിലും തൈ വേണേൽ പറഞ്ഞാൽ മതി. ഇപ്പൊ ആണെങ്കിൽ സ്റ്റോക്ക് ഉണ്ട്. മഴ കൂടുന്നുണ്ട്, പൊക്കോ, നനയണ്ട. അമ്മയുടെ മുട്ട ബിസിനസ് കേട്ടോ, മനസ്സിലായി, കൊണ്ടോക്കോ മുട്ട കച്ചവടം.